AMM എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല, തെറ്റായൊരു വാക്കല്ല. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻസിഡൻസ് പറഞ്ഞു, സന്താനത്തിൻ്റെ പടം, സൂര്യയുടെ പടം, ഒപ്പം തന്നെ യോഗിച്ചേൻ്റെ പടം. ഈ പടങ്ങളെല്ലാം തമിഴിൽ മിക്കപ്പോഴും ഹിറ്റ് ആകാറുണ്ട് ഇതുപോലുള്ള താരങ്ങളുടെയൊക്കെ. എന്നാൽ മലയാളത്തിൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പടങ്ങളല്ലാണ്ട് ചെറിയ ചെറിയ സിനിമകൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. ചേട്ടൻ എന്താണ് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്? അത് നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കണ്ടെത്തലുമാണ്. നമ്മൾ ഇതിൻ്റെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത്തരം ചില ഭാഗങ്ങളിലേക്ക് കൂടെ നമ്മളുടെ ഒരു ആരാധന അതിര് കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മറന്നിങ്ങനെ പോകുന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറുന്നതിൻ്റെ ഭാഗമാണ് തോന്നുന്നു. പക്ഷേ മലയാളത്തിൻ്റെ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇടം ഇവിടെ നിന്നല്ല. ഇവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങൾ. ഭരതൻ സാറിൻ്റെ സൂര്യയെ പോലെയുള്ള ഒരു നായിക നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ ഭരതൻ ടച്ച് എന്നാണ് പറയുന്നത്, വളരെ ആരാധനയോടെ. കാരണം സൂര്യ എന്ന് പറഞ്ഞ നടി ഉണ്ടാക്കിയ അത് ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ നായികൻ നമുക്ക് മലയാളത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ, ഇല്ല. AMMയിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ, ഒരു 50 ആളുകൾക്ക്, പ്രധാനപ്പെട്ട 50 ആളുകൾക്കേ വർക്കുള്ളൂ. ബാക്കിയുള്ള ഒരു 450 ആളുകളിൽ പിന്നെയും ഇടക്കാലത്ത് വന്നു പോകുന്നവരാണ് ബാക്കിയുള്ള 100 പേര്. ബാക്കിയുള്ള പിന്നെയും 350 പേര് കാണാനില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഹരീഷേട്ടൻ നേരത്തെ ഉച്ചരിച്ചത് AMMA എന്നാണ്. ശരിക്കും അമ്മ എന്നുള്ളതാണ് പലരും ഉച്ചരിക്കാറ്. അതിനോട് കുറേ ആൾക്കാർക്ക് വിയോജിപ്പുണ്ട്. ശരി, ഹരീഷേട്ടന് വിയോജിപ്പുണ്ടോ? അതുകൊണ്ടാണോ AMA എന്ന് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നുള്ള പാർട്ടി CPIM എന്നാണ് പറയാറ്. അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ആരോടും ദേഷ്യം പിടിക്കില്ല, പിണറായി സഖാവും ആരോടും ദേഷ്യം പിടിക്കില്ല. പിന്നെ AMM എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല, തെറ്റായൊരു വാക്കല്ല. ആ സംഘടനയുടെ പേരാണത്. അത് കൂട്ടി വിളിക്കാനുള്ളവർക്ക് വിളിക്കാം, കൂട്ടാതെയും വിളിക്കാം. കൂട്ടത്തിലില്ലാത്തവർക്ക് കൂടാതെ വിളിക്കാലോ, കൂട്ടത്തിലില്ല. ഓക്കെ, ഇതിൽ വിയോജിപ്പുള്ളവരാണ് കൂടുതലായിട്ട് ഇതിനോട് ഈ പേര് കൂട്ടിച്ചേർക്കാതെ ഇതിനെ AMMA എന്ന് വിളിക്കുന്നത്. വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഓക്കെ, പൂർണ്ണമായിട്ട് വിയോജിപ്പാണ്. വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഇറങ്ങി പോകുന്നത്.